കളമശ്ശേരിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ച 7 CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ബൈ ബൈ പിണറായി ഫ്ലക്സിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഫ്ലക്സ് ഉയർത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചുവെന്നാണ് പരാതി. കത്തിയുമായി എത്തിയ ബ്രാഞ്ച് സെക്രട്ടറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ ആന്റണി, എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് പല ജില്ലകളിൽ ഇത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കേസെടുത്തു. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? രുചിഷ, ഇന്നലെ രാത്രിയായിരുന്നു കളമശ്ശേരി കുന്നുകരയിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. നേരത്തെ ഗുഡ് ബൈ പിണറായി എന്ന് പറയുന്ന ഫ്ലക്സ് വെക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ നീക്കം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ CPMന്റെ പ്രവർത്തകർ ആ ഫ്ലക്സ് നശിപ്പിച്ചു. പിന്നീട് രാത്രിയും ഈ ഒരു നീക്കം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ CPM പ്രവർത്തകർ അവിടെ തടയാനെത്തുകയായിരുന്നു. അത് ഉന്തുതള്ളിലേക്കും കലാശിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിനിടയിൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി തൻ്റെ കയ്യിലിരുന്ന് കത്തിയെടുത്ത് കുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയായിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഒരു കത്തിയെടുത്ത് കുത്താൻ പോകുന്നതും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം. എന്തായാലും ആ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 7 പേർക്കെതിരെ CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നതും. ഒപ്പം തന്നെ ഈ ഫ്ലക്സ് വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനം അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ന് വൈകുന്നേരത്തോടെ CPMും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല രുചീഷ്.